82 വയസ്സുള്ള അന്നമ്മ എബ്രഹാമിനെ കാണാതായിട്ട് 12 ദിവസം പിന്നിട്ടു. മാർച്ച് 4 വൈകിട്ട് മകനായ തങ്കച്ചന്റെ വീട്ടിൽ നിന്നും ഇളയ മകൻ തോമസിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് അന്നമ്മ അപ്രത്യക്ഷമാകുന്നത്. പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകണമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരോധാനത്തിൽ നിലനിൽക്കുന്ന ദുരൂഹത മാറണം എന്നാണ് ആവശ്യം. കാണാതാകുമ്പോൾ അന്നമ്മയുടെ കഴുത്തിൽ 4.5 പവൻ വരുന്ന സ്വർണ്ണാഭരണമുണ്ടായിരുന്നതായും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തില് 10ാം വാർഡില് കൊരക്കാലയിൽ അന്നമ്മ 82 വയസ്സ് 4-ാം തീയതി 3 മണി തുടങ്ങി പാലക്കയം റോട്ടിൽ വെച്ചിട്ട് അവരുടെ മൂത്ത മകന്റെ വീട്ടിൽ നിന്ന് ചെറിയ മകന്റെ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട് അവര്. പിന്നീട് ഇന്ന് വരെ അവരെ പറ്റി ഒരു ലക്ഷണങ്ങളോ ഒരു ഹിന്റോ നമുക്ക് കിട്ടിയിട്ടില്ല. അവർ എവിടെ പോയെന്ന് എങ്ങനെ മിസ്സായെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഫോറസ്റ്റുകാരും ഒക്കെ വേണ്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അതിന്റെ എല്ലാ ശേഷിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തില് ഈ പോലീസ് അന്വേഷണത്തിന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതൃപ്തിയൊന്നുമില്ല. പക്ഷേ അത് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ കൂടി വ്യാപകമായി ശക്തമായ അന്വേഷണത്തിലേക്ക് പോകണം എന്ന അഭിപ്രായമാണ് പൊതുവെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 14-ാം തീയതി വൈകുന്നേരത്തെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാര്, മത രാഷ്ട്രീയ നേതൃത്വം ഇവരെല്ലാവരും കൂടി അവരുടെ സാന്നിധ്യത്തിലാണ് ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ രക്ഷാധികാരികളായിട്ട് സ്ഥലം MP ശ്രീകണ്ഠൻ അവർ, അതുപോലെ തന്നെ സ്ഥലം MLA K ശാന്തകുമാരി, ഇവര് രക്ഷാധികാരികളും, മെമ്പർ 10ാം വാർഡിലെ മെമ്പർ പ്രകാശ് തോമസ് ചെയർമാനും ബോബി തോമസ് കൺവീനറുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം MLA ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. MLA 14-ാം തീയതി തന്നെ ഗവൺമെന്റിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തരമായി നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഈ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം DYSPയെ കാണാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിക്കും. പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവണം. അത് പറ്റുമെങ്കിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിന് കാരണം അതിന്റെ ദുരൂഹത കൂടുതൽ വർദ്ധിക്കുകയാണ്. ഇപ്പം ഈ ആള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവരെ പിന്നീട് ഏറ്റവും അവസാനമായി ഒരാളെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും 1 മണിക്കൂർ 20 മിനിറ്റിന്റെ വ്യത്യാസം വരികയാണ്. 5 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരം അവര് പിന്നിട്ടിരിക്കുന്നത് 1 മണിക്കൂർ 20 മിനിറ്റ് എടുത്തുകൊണ്ടാണ്. അപ്പോ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. പോലീസിന്റെ അന്വേഷണത്തെ ബാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നാട്ടിലും അത് സംബന്ധിച്ച ചർച്ചയില്ലേ. അപ്പോ ഈ ഡിലേ എങ്ങനെ വന്നു? പിന്നീട് ഇവർ കണ്ടതിന് ശേഷം അവർ ആ നടത്തം തുടരുകയാണെങ്കിൽ കൂടുതൽ വീടുകളുള്ള സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. എവിടേക്കും ചെന്നിട്ടില്ല. അവര് ചെല്ലാൻ സാധ്യതയുള്ള ഒരു ബന്ധുവീടുകളിലും എത്തിയിട്ടില്ല. അപ്പോ പിന്നെ സംശയിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവരെ ഒന്നുകിൽ ആരെങ്കിലും എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരു ബലപ്രയോഗത്തിന്റെ സാഹചര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അപ്പൊ ഞങ്ങള് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ പോലീസിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഈ സാമാന്യ ബുദ്ധിക്ക് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിനാവട്ടെ നാട്ടുകാർക്കാവട്ടെ സാധാരണ നിലയ്ക്ക് ചിന്തിക്കുന്ന ആർക്കും ഒരു ഉത്തരം കിട്ടാത്ത ഒരു സമസ്യ പോലെ അവശേഷിക്കുകയാണ്. അപ്പോ ഇപ്പം ലോക്കൽ പോലീസിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. അവര് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെരച്ചിലിനാണ്. സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ, ഡാമിലേക്ക് പോയിട്ടുണ്ടോ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് മേഖലയിൽ അവിടെയൊക്കെ തെരച്ചിലാണ്. തെരച്ചിലിന് അപ്പുറത്തേക്ക് ഒരു സമഗ്രമായ അന്വേഷണം കുറെ കൂടി കാര്യക്ഷമമായിട്ട് വരണമെങ്കിൽ അതെനിക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് തോന്നുന്നത് അതൊരു ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ടീം അന്വേഷിച്ച് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. വാർത്താസമ്മേളനത്തിൽ ബോബി തോമസ്, പ്രകാശ് തോമസ്, പോൾ മാസ്റ്റർ, തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ജോസഫ്, PC മാണി തുടങ്ങിയവർ പങ്കെടുത്തു.